കർണാടകത്തിലെ ധർമ്മസ്ഥലയിലെ അന്വേഷണത്തിൽ പ്രതിഷേധവുമായി ഒരു വിഭാഗം രംഗത്ത് വന്നു. ക്ഷേത്രത്തെ കളങ്കപ്പെടുത്താനുള്ള നീക്കമാണിതെന്ന് ആരോപിച്ച് മണ്ഡ്യ ജില്ലാ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്താനാണ് ഇവരുടെ തീരുമാനം. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേർന്നു. റഹീസ്, ശരിക്കും ഇങ്ങനൊരു പ്രതിഷേധത്തിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഗൂഢ ഉദ്ദേശമുണ്ടോ അവർക്ക്? SKN കഴിഞ്ഞ 2 ദിവസമായി ധർമ്മസ്ഥലയിലെ അന്വേഷണത്തിനെ വലിയ രീതിയിൽ വഴിതിരിച്ചു വിടാനുള്ള സംഭവങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഈ മാധ്യമപ്രവർത്തകർക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ, അതിനു പിന്നാലെ കഴിഞ്ഞ 2 ദിവസം കൃത്യമായ ഒരു സെർച്ച് നടക്കാതിരിക്കൽ, പലതവണയും സുരക്ഷാ ഭീഷണിയൊക്കെ ഉണ്ടായതിനെ തുടർന്ന് സാക്ഷി വൈകിയെത്തി. അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു സെർച്ച് അല്ല കഴിഞ്ഞ 2-3 ദിവസമായി നടക്കുന്നത്. ഈ മണ്ണുമാറ്റിയുള്ള പരിശോധനയൊന്നും വേണ്ട തരത്തിൽ നടക്കുന്നില്ല എന്നുള്ള ആരോപണവും ആക്ഷേപവും ഒക്കെ ഉയരുന്നതിനിടയിലാണ് ഇപ്പോൾ ഒരു വിഭാഗം ഇതിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ മഞ്ജുനാഥ സ്വാമിയുടെ വിശ്വാസികൾ എന്ന പേരിൽ അത്തരത്തിലൊരു ലേബലാണ് അവർ ഉപയോഗിക്കുന്നത്. ആ ലേബൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ മാർച്ച് മണ്ഡ്യ കളക്ടറേറ്റിലേക്ക് നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, മണ്ഡ്യ കളക്ടർക്ക് ഒരു പെറ്റീഷൻ നൽകാൻ കൂടി ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ക്ഷേത്രത്തെ കളങ്കപ്പെടുത്താൻ വേണ്ടി നടത്തിയ ഒരു ആരോപണമാണ്. ഈ ആരോപണത്തിൽ യാതൊരു തരത്തിലുള്ള കഴമ്പുമില്ല. ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളിയെ സംശയത്തോടെ തന്നെ കാണണം, അദ്ദേഹത്തിനെ പറ്റി കൂടുതലായി പരിശോധിക്കണം, അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൃത്യമായി മനസ്സിലാക്കണം എന്നതടക്കമുള്ളൊരു ആവശ്യമാണ് ഉന്നയിക്കുന്നത്. അതിനപ്പുറം ഇപ്പോൾ BJP കൂടി കൂടുതൽ ശക്തമായി ഇത് ക്ഷേത്രത്തിനെതിരെയുള്ള ഒരു അറ്റാക്കാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നുണ്ട്. അവരുടെ ഒരു വിമർശനവും അല്ലെങ്കിൽ അവരുടെ പ്രതികരണങ്ങളൊക്കെയും അങ്ങനെയാണ്. ഇത് ക്ഷേത്രത്തിനെതിരായിട്ടുള്ള ഒരു അറ്റാക്കാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമാകണം ഇനി ഏതെങ്കിലും തരത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടാകാൻ അല്ലെങ്കിൽ അന്വേഷണം മുന്നോട്ട് പോകാൻ എന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യഘട്ടം മുതൽ പ്രതീക്ഷിക്കുന്നതാണ്. ഏതൊക്കെ തരത്തിലുള്ള അന്വേഷണം അവിടെ വന്നാലും 1-2 ആഴ്ച അന്വേഷണം നടക്കും. അതിനുശേഷം ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ മുന്നോട്ട് വരും. അതിനുശേഷം അന്വേഷണം പാതി വഴിയിൽ നിന്നു പോവുകയാണ്. അങ്ങനെ ഒരു രീതിയാണ്. എന്തായാലും SITയുമായി ബന്ധപ്പെടുമ്പോൾ ഇന്ന് അന്വേഷണം നടക്കുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. മണ്ണുമാന്തിയുള്ള പരിശോധന പുതിയൊരു സ്പോട്ടിലാകും നടത്തുക. ഇതിനിടയിൽ ഒരു സ്പോട്ട് മിസ് ചെയ്തിട്ടുണ്ട്. അത് 13-ാം നമ്പർ സ്പോട്ടാണ്. അതൊരു വലിയ ഏരിയയാണ്. ഈ സ്നാനഘട്ടത്തിനോട് ചേർന്നുള്ള പ്രദേശമാണ്. അവിടെ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ എത്തിച്ചാലേ പരിശോധന നടത്താൻ കഴിയുകയുള്ളൂ എന്നാണ് SITയുടെ നിഗമനം. അതുകൊണ്ട് തന്നെ ഉടൻ ആ മെഷീൻ എത്തിച്ചുകൊണ്ട് കൂടുതൽ പരിശോധന നടത്താനാണ് തീരുമാനമായിരിക്കുന്നത്. എന്തായാലും ഒരു ഘട്ടത്ത് അല്ലെങ്കിൽ ഒരു ഭാഗത്ത് കൂടുതലായിട്ടുള്ള പ്രതിഷേധം നടക്കുന്നു. മറുവശത്ത് എന്തായാലും സെർച്ചുമായി SIT മുന്നോട്ട് പോകുന്നുണ്ട്. എത്രത്തോളം ഈ സെർച്ച് മുന്നോട്ട് പോകും, പരിശോധന ഉണ്ടാകുമെന്നുള്ളതാണ് ശ്രദ്ധേയം. SKN റഹീസാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.